കാലവർഷത്തിൽ ജില്ലയിൽ ജീവൻ നഷ്ടത്തോടൊപ്പം കോടികളുടെ നഷ്ടവും. കാലവർഷം ആരംഭിച്ചതോടുകൂടി വിവിധ അപകടങ്ങളിലായി 13 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് നാശനഷ്ടം കൂടുതലായിട്ട് പത്തനംതിട്ട ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ട്രാൻസ്ഫോമറുകൾ, ലൈനുകൾ, HT-LT പോസ്റ്റുകളുടെ തകർച്ച, ഇതൊക്കെയാണ് നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ. അതെല്ലാം പരിഹരിച്ചു വരികയാണ്. നഷ്ടം പരിഹരിക്കുകയല്ല, വന്നിട്ടുള്ള കേടുപാടുകളും അതുപോലെ സപ്ലൈ ഡിസ്റപ്ഷനും പരിഹരിക്കാനുള്ള തീവ്ര പരിശ്രമമാണ്. തൃശ്ശൂരിൽ വന്ന് ഞാൻ കളക്ടറുമായിട്ടും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. മന്ത്രി അജയ് ജനീഷിൻ്റെ നേതൃത്വത്തിൽ കളക്ടറും മറ്റെല്ലാവരും ചേർന്ന് തൃശ്ശൂരിൽ ആവശ്യമായ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പുനരധിവാസ പ്രവർത്തനം നടത്തുന്നുണ്ട്. ക്യാമ്പുകളൊക്കെ നന്നായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ മഴയുടെ ശക്തിക്ക് അല്പം ശമനമുണ്ടെങ്കിലും പുഴകളിലും കോൾപ്പാടങ്ങളിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയാണ്. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ കാറളം, അരിമ്പൂർ, പാറളം, അന്തിക്കാട്, മണലൂർ, ചാഴൂർ, ചേർപ്പ്, താന്യം തുടങ്ങിയ 7 പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകും. കരുവന്നൂർ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം കനോലി കനാൽ വഴി കടലിലേക്ക് ഒഴുകിപ്പോയാൽ മാത്രമേ ഈ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാകുകയുള്ളൂ. 3 ദിവസം മുമ്പ് വരെ കരാഞ്ചിറ ചീപ്പ് അടച്ചിട്ടിരുന്നതിനാൽ ഈ പഞ്ചായത്തുകളെ ബാധിച്ചിരുന്നില്ല. പീച്ചി, ചിമ്മിനി ഡാമുകളിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. അതുകൊണ്ട് മണലിപ്പുഴയിലെ ജലനിരപ്പ് സാധാരണ നിലയിൽ തന്നെയാണ്. നഗരത്തിൽ പെരിങ്ങാവ് മേഖലയിൽ വെള്ളക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. PhD നിങ്ങൾക്കിനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ്സ് ആർക്കേസ് ഈസ് ദ പാത്ത്. Dileep's Arcase, study abroad.